കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടാ, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ സാമീപ്യമാണ്. അവളെ കൊണ്ട് ഈ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. എന്നെ വെല്ലുവിളിച്ച് നടന്നവളാ തുളസി. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാ അവൾ ഒരു പരിധിവരെ ആദ്യം അവളോട് അടുപ്പിച്ച് നിർത്തിയത്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, തുളസി ആദിയിൽ നിന്ന് അകന്നതിന് ശക്തമായൊരു കാരണമുണ്ട്. ഇനി ഒരിക്കലും അവൾ ആദിയോട് അടുക്കാൻ സാധ്യതയുമില്ല. അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ പ്രിയയും ജയനും കൂടി അവിടെ ഒരുക്കി കൊടുത്തതാണല്ലോ. ആദ്യം തുളസി അത് പ്രയോജനപ്പെടുത്താത്തിടത്തോളം കാലം അവരെന്നേക്കുമായി അകന്ന് കഴിയും. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല ദുർഗേച്ചി. എത്രയും പെട്ടെന്ന് ആദിയുടെയും ആതിരയുടെയും കല്യാണം നടത്താൻ നോക്ക്. എന്താ നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? ആദ്യമായിട്ടും തുളസി തമ്മിലുള്ള വഴക്ക് മാറ്റാൻ വേണ്ടി പ്രസാദ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നു. ഇടപെടുമല്ലോ. പ്രസാദ് സാറിന് പണ്ടേ അവളോട് ഇത്തിരി പ്രീതി കൂടുതലാ. ആരിടപെട്ടാൽ എന്താ? തുളസിക്ക് ആദിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ പേടിക്കുന്നെന്തിനാ? അതെ, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും. അതല്ല, പ്രസാദങ്ങൾ പറയുന്നത് കേട്ടതാ. ഇന്നലെ രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി. എന്താ? പ്രസാദങ്ങൾ ഇപ്പോ ആദിയേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് ചെന്നൈക്കോ ബോംബെക്കോ ഒരു പോക്കങ്ങ് പോയേനെ. ഒരു പൊതുശല്യം എന്നേക്കുമായി എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോയപ്പോ ഈ പ്രസാദ് സാർ അതിനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേക്കുവാ. ഈ പ്രസാദിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അത് മാത്രല്ല, അവര് തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ദേ അങ്കിൾ ആദ്യേട്ടൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തിരിക്കുക. അതെന്താ? അവളെ കൊണ്ട് ഈ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പ്രസാദേട്ടന് എന്ത് പോംവഴി പറഞ്ഞു കൊടുത്താലും ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആദിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ രാഖി രാമാനൻ ചെന്നൈക്ക് മുങ്ങാൻ തയ്യാറായവളാണ് തുളസി. അതിന്റെ അർത്ഥം അത്രയേറെ അവര് തമ്മിൽ അകന്നു പോയി എന്നുള്ളത് തന്നെയാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ പ്രസാദ് സാർ ബുദ്ധിപൂർവ്വം മധ്യസ്ഥത ആരംഭിച്ചു. ഷോപ്പിങ്ങിന് പോകാൻ പറയലും ഹോട്ടൽ വിസിറ്റിംഗും ഒക്കെ ആയിട്ട്. ദുർഗേച്ചി, ഇത് നമ്മൾ പൊളിക്കണം. അവരൊരു വേല വെക്കുമ്പോ നമ്മൾ മറുവേല വെക്കണം. വല്ലഭന് പുല്ലും ആയതൊന്നല്ല ദുർഗേച്ചി. ചൊല്ലുവാന്റെ എന്താ പറഞ്ഞു വരുന്നേ? എടി, ചില ശകുനി തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നേക്കാം. നമുക്ക് മംഗളപ്പച്ചയോടും കൂടി ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എന്താ? എന്തിനാ നീ എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞത്? ഇങ്ങനെ വീടിനകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരുന്നാലേ മൂഡ് ഓഫും ടെൻഷനൊക്കെ കൂടുകയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി അല്പം ഫ്രഷ് എയർ കൊള്ളുമ്പോ അതങ്ങ് മാറും.
എന്തിനാ തുളസി നിനക്ക് ഇത്ര ഗൗരവം? മുഖമൊക്കെ ഒരുമാതിരി കണന്തലൂത്തിയ പോലെ. എടി, എന്താ നിനക്ക് പറ്റിയത്? ഓ, എന്തൊരു മസില്! നീ എത്ര ഗൗരവം കാണിച്ചാലും എനിക്ക് നിന്നെ അറിയില്ലേ? ഗൗരവം വിടറോ? കാണാൻ ഒരു രസവുമില്ല. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. നിക്കേ, ഞാൻ വിളിപ്പിച്ചതേ നിനക്കൊരു സമ്മാനം തരാൻ. എന്തേത്? ഒരു സാരി. നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ആവശ്യത്തിന് സാരിയുണ്ട്. എനിക്കിതൊന്നും വേണ്ട. ഇത് നീ മറ്റാർക്കെങ്കിലും കൊണ്ടുകൊടുക്ക. ഞാൻ സാരി വാങ്ങിച്ചതേ എന്റെ ഭാര്യയ്ക്ക്. അത് മറ്റാർക്കും കൊടുക്കാനുള്ളതല്ല. ഷേ, എനിക്കിപ്പോ വേണ്ട. നിനക്ക് വേണ്ടി ഇതങ്ങ് കത്തിച്ച് കളഞ്ഞേക്ക്. അല്ല പിന്നെ ഞാൻ തോരാനാ? ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു സാരി വാങ്ങി കിട്ടാനേ ഏത് പെണ്ണും ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ ആണെങ്കിൽ നേരെ മറിച്ച. തുളസി, വേഷം കിട്ട് ഇറക്കണ്ട. ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാ വന്ന. ഇന്നേ നമ്മളൊന്ന് ചുറ്റി അടിക്കാനായിട്ട് പോവാ. ലഞ്ച് ഹോട്ടൽ അറേബ്യന്ന്. എന്താ പറയുന്നു? ഞാനില്ല. നീ വരും, വന്നേ പറ്റൂ. ശ്യാം പറ. ഹലോ, അവിടെ കേൾക്കാം, പറഞ്ഞോ. അതെ, എനിക്ക് ശ്യാമിന്റെ അടുത്തൊന്ന് അത്യാവശ്യമായിട്ട് പോണം. ഒരു അരമണിക്കൂറത്തെ കാര്യം. നീ ആ സമയം കൊണ്ട് ഈ സാരി ഉടുത്ത് ഹോട്ടൽ അറേബ്യയിലേക്ക് വാ. ഞാൻ അവിടെ കാത്തിരിക്കും. ഈ സാരി തന്നെ ഉടുത്തിരിക്കണം. ഓക്കോ? ഹലോ അച്ഛാ, അവള് ഹോട്ടലിലേക്ക് വരുമെന്ന് എനിക്ക് തീർത്ത് വിശ്വാസമൊന്നുമില്ല. അച്ഛൊരു കാര്യം ചെയ്യ്, അവളെ വിളിച്ചൊന്ന് പറ. ശരി. സാരി ഉടുത്ത് ഹോട്ടൽ അറേബ്യയിലേക്ക് വാ. ഞാൻ അവിടെ കാത്തിരിക്കും. ഈ സാരി തന്നെ ഉടുത്തിരിക്കണം. മാമ, എന്താ മോളെ ഇങ്ങനെയൊക്കെ? നീ എന്താ ആദ്യമോനോട് ഇങ്ങനെ പെരുമാറുന്നത്? അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കുറച്ച് ദിവസങ്ങളായി നീ തുടങ്ങിയിട്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇങ്ങനൊന്നും കാണിക്കുന്നത് ശരിയല്ല മോളെ. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മാമ.
കാരണം ഒന്നും കൂടാതെയാണ് നീ ആദ്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവന് തന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ കൂടുതലൊന്നും പറയാത്തത്. ഇങ്ങനെ സ്നേഹിക്കുകയും ഭാര്യയെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണ്. അല്ല, അവനെന്റെ മകനായതുകൊണ്ട് ഞാൻ പറയല്ല. നിനക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ആദി. തിരിച്ചു അങ്ങനെ തന്നെ. അവന്റെ പുണ്യമാണ് നീ. അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. മോളെ, അവനുമായിട്ട് നീ പിണങ്ങരുത്. അവൻ ഒരു സാരി നിനക്ക് സമ്മാനമായിട്ട് തന്നു ഞാൻ അറിഞ്ഞു. അത് അവൻ സ്നേഹത്തോട് തന്നതല്ലേ നിനക്ക്? അത് നീ ഉടുത്തോണ്ട് അവൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലണം. എന്താ, പോവില്ലേ? നീ എതിരൊന്നും പറയരുത്. നീ ആ സാരി ഉടുത്ത് ആദ്യം വിളിച്ച സ്ഥലത്തേക്ക് പോയിരിക്കണം. നിന്നെ താലി കെട്ടിയവനാണവൻ. ഈ വിളിക്കുന്നതേ നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നും അല്ല. നീ ആകെ മൂഡ് ഔട്ട് ആണെന്നുള്ളത് അവനറിയാം. അത് മാറ്റാനാ, നിന്റെ മനസ്സിന് സന്തോഷം പകരാനാ അവൻ വിളിച്ചത്. അത് തുളസി, നീ പോയിരിക്കണം. പോയേ മതിയാവൂ. ഹലോ. നീ ഫോൺ എടുക്കാൻ എന്താ എത്ര വൈകിയേ? ഒന്നുമില്ല. നീ വാക്ക് പാലിക്കുന്നവളാണെന്ന് നിന്റെ ശത്രുക്കളായ ദുർഗ ആന്റിയും മാമൂസും വരെ പറയാറുണ്ട്. അക്കാര്യത്തിൽ എനിക്കും നിന്നെ നല്ല വിശ്വാസം. ആദ്യമായിട്ട് നിന്നെ കാണാൻ വന്നതും ഡ്രസ്സ് വാങ്ങി തന്നതും നിന്നെ ഔട്ടിങ്ങിനെ ക്ഷണിച്ചതൊക്കെ എനിക്കറിയാം. ഈ ദേവമംഗലത്ത് ഇരുന്നാ മതി, അതൊക്കെ മനസ്സിലാവും. ഒരു സിക്സ്ത് സെൻസും വേണ്ട. പിന്നെ പല പ്രാവശ്യവും പറ്റിക്കപ്പെട്ടവളല്ലേ ഞാൻ. അതുകൊണ്ട് ഈ ഫോൺ വിളി എന്റെ ഒരു ഓർമ്മപ്പെടുത്തല. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത നിന്റെ അച്ഛന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്തതാ ആദ്യേട്ടൻ ഇനി ആദരയ്ക്കുള്ളതായിരിക്കും. അത് നീ മറന്നു കളയരുത്. എടാ, പെണ്ണ് കാണുന്ന എനിക്കാ, നിനക്കല്ല. സ്നേഹവും ആത്മാർത്ഥമുള്ളൊരു കൂട്ടുകാരനില്ലാതെ പെണ്ണ് കാണാൻ പോവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. എടാ, നിന്നോട് ഞാൻ കാര്യം പറഞ്ഞില്ലടാ ശ്യാമേ. നിന്റെ ഏത് കാര്യത്തിനാ ഞാൻ വരാത്തത്? എടാ, ഈ കാര്യത്തിന് ഞാൻ വന്നേനെ. പക്ഷെ ഇന്ന് എനിക്ക് അസൗകര്യമുണ്ട്. എടാ, നിനക്ക് എന്ത് അസൗകര്യം എന്ന് പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, തുളസി ആകപ്പാടെ വല്ലാത്തൊരു മൂടൗട്ടാ. അവളാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്.
ഇന്നത്തെ ദിവസം ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഓ അതാണോ? അക്കാര്യമാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. നീ അത് നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ എനിക്കുള്ള പെണ്ണിനെ കാണാൻ ഏതെങ്കിലും ഒരു തന്നെ കൂട്ടിന് വിളിച്ച് പൊക്കോളാം. ഞാൻ കെട്ടാനായിട്ട് പെണ്ണിനെ തിരക്കുന്നേ ഉള്ളൂ. നീ കെട്ടിയ പെണ്ണിന് സ്നേഹവും സന്തോഷവും കൊടുക്കും. എന്താടാ, നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ? അമ്മയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ലടാ. അതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അതല്ല എടാ, ഇപ്പൊ തുളസിക്കാ ടെൻഷൻ. തുളസിക്ക് എങ്ങനെ ടെൻഷനിലായിരിക്കും ആദി? അങ്ങനെയല്ലേ അവളോട് നിന്റെ അമ്മയും കുട്ടരും പെരുമാറുന്നേ? നീ താലി കെട്ടിയ പെണ്ണിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്ക. അവൾക്ക് വീട്ടുകാർ സ്വസ്ഥത കൊടുത്തില്ലെങ്കിൽ അവൾക്ക് സ്വസ്ഥത കിട്ടുന്ന സ്ഥലത്ത് നീ അവളെ കൊണ്ടുപോയി താമസിപ്പിക്കണം. ലൈഫ് വെറുതെ പാഴാക്കി കളയലാതി. അപ്പോ ഞാനിനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. നിങ്ങൾക്കൊരു നല്ല ദിവസം തന്നെ നേരുന്നു. പോട്ടെടാ. എടാ ആ പെണ്ണുകാണൽ കഴിഞ്ഞിട്ടേ എന്നെ വിളിക്കണം. പിന്നെ ഞാൻ വിളിക്കാതിരിക്കൂ? ഓൾ ദി ബെസ്റ്റ്. ശരിടാ. സാർ എന്താ വേണ്ടത്? ആ അത് ഒരാളുടെ വരാനുണ്ട്, വന്നിട്ട് ഓർഡർ തരാം. ഓക്കെ സാർ. ശരി. ഹലോ, ഇത് എവിടാ? നീ ഇപ്പൊ എവിടെ എത്തി? ഞാൻ പോന്നിട്ടില്ല. റെഡിയാവാ. എന്റെ പൊന്ന് തുളസി, ഒന്ന് വേഗം പുറപ്പെട്. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുക? ഞാൻ വേഗം വരാം. ശരി. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത നിന്റെ അച്ഛന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്തതാ ആദ്യേട്ടൻ ഇനി ആദരയ്ക്കുള്ളതായിരിക്കും. അത് നീ മറന്നു കളയരുത്. സാർ. അതെ, ഈ ഒരു ചെയർ മാത്രം ഇട്ടാ മതി. ഇതൊക്കെ എടുത്ത് മാറ്റി. ഓക്കെ സാർ. സാറിന് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ടല്ലേ? ഗേൾ ഫ്രണ്ട് നല്ലടോ, വരുന്നതിന്റെ ഭാര്യ. ഓക്കെ സാർ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ല്? ഇതിപ്പോ അങ്ങനെയാ വന്നിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ദൈവം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തന്നിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അപ്പച്ചി പറഞ്ഞത്. എത്ര നാളത്തെ എന്റെ പ്രാർത്ഥനയാണെന്ന് അറിയോ ദൈവം കേട്ടത്? കരളുരുകിയല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. എന്തായാലും അവനും അവളും മാനസികമായി അകന്നില്ലേ? അത് മതി. ഇനി ആ വിവാഹമോചനം കൂടി നടത്തണം. എന്നാലേ ആതിരയും ആദിയും തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്താൻ പറ്റൂ. ഈ വിവാഹമോചനം നടത്താതെ കല്യാണമൊക്കെ നടത്തിയാലേ ഇപ്പൊ വലിയ കേസാ. വെറുതെ പുലിവാല് പിടിക്കണ്ട. ദുർഗേ, ഇതില് നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല ദുർഗേ. ആതിര മോളുടെ കണ്ണീരുമുണ്ട്. വേഴാമ്പല് നിലവിളിക്കും പോലെ നിലവിളിച്ചോണ്ട് നടക്കുകയായിരുന്നില്ലേ അവള്? വേഴാമ്പല് കരയുന്നത് മഴ പെയ്യാൻ വേണ്ടിയല്ലേ? അത് മഴ പെയ്യ, ഇത് ആദ്യ കെട്ട്. എത്ര നാളായെന്നറിയാമോ ആ കൊച്ച അവന്റെ താലിമാല കഴുത്തിലോട്ട് വീഴാൻ സ്വപ്നവും കണ്ട് നടക്കുന്നത്. ഏതായാലും ആ കണ്ണീരിനൊരു ഫലം ഉണ്ടായി.
ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കും. ഏതായാലും നീ വളരെ ഭാഗ്യവതിയാ ദുർഗെ. കാരണം നിനക്കൊത്ത ഒരു മരുമകള് നിന്റെ ജീവിതത്തിലേക്ക് വരികയല്ലേ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ അമ്മായി അമ്മയും മരുമോളും കൂടി ആടിപ്പാടി അങ്ങ് ജീവിക്കും. നമ്മൾ ഈ വഴിക്കേയില്ല. ആ അതെന്താ അപ്പച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് അപ്പച്ചി ഇല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ആ വിവാഹമോചനം കഴിഞ്ഞാൽ ഉടനെ ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം. അവരെ രണ്ടുപേരെയും കൂടി എങ്ങോട്ടെങ്കിലും മധുവിധുവിന് അയച്ചിട്ട് അപ്പച്ചി ഞാനും കൂടി ഒരു തീർത്ഥയാത്ര പോകുന്നു. ആ